എമിറേറ്റ്സ് ഐയുടെ പുതിയ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ നാമൊക്കെ ബഹുമിടുക്കരാണ്. എന്നാൽ പ്രയോഗതലത്തിൽ പലപ്പോഴും ബിഗ് സീറോയുമായിരിക്കും. നജീബ് മുഹമ്മദ് ഇസ്മായിൽ എന്ന മലയാളി ഇവിടെയാണ് വ്യത്യസ്തനാവുന്നത്. പ്രകൃതിക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചാവട്ടെ ഇത്തവണത്തെ എമിറേറ്റ്സ് ഐയിലെ ആദ്യ കഥ. ദുബൈയിലെ റോഡരികിലും മറ്റും അലൂമിനിയം കുപ്പികളും വാട്ടർ ബോട്ടിലുകളും പെറുക്കി ഇങ്ങനെയൊരാളെ പരിചയമുണ്ടോ? പലപ്പോഴും ഇത്തരക്കാരെ കണ്ടാൽ മുഖം കൊടുക്കാതെ പോവാറാണ് പതിവ്. എന്നാൽ ഒരു ജീവിത ദൌത്യവുമായാണ് നജീബ് മുഹമ്മദ് ഇസ്മായിൽ എന്ന പ്രകൃതി സ്നേഹി ഇതിനിറങ്ങിയതെന്ന് പലർക്കും അറിയില്ല. പരിസ്ഥിതി സന്ദേശം എഴുതിയ ബാഗോ മറ്റെന്തെങ്കിലുമോ ശരീരത്തിന്റെ ഒരവയവം കണക്കെ കൂടെയുണ്ടാവും. നാം ചൂഷണം ചെയ്യുമ്പോൾ നജീബ് പ്രകൃതിയെ താലോലിക്കുകയാണ്. ദുബായിൽ 1996 ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും നല്ലൊരു സിറ്റിയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു ലോകമാണ്. എല്ലാം ഫാസ്റ്റായിട്ടുള്ള, എല്ലാം വളരെയധികം ഡെവലപ്പ് ചെയ്ത ലോകം. അത് കേരളം ഇതുപോലത്തെ ഇന്നത്തെ കാണുന്ന മാറ്റങ്ങളുടെ തുടക്കം ആയിട്ടില്ലാത്തൊരു കാലഘട്ടം. പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ വളരെ കെയർലെസ് ആയിട്ട് യൂസ് ചെയ്യുന്ന മറ്റാരെ പോലെയും തന്നെയായിരുന്നു. കാര്യം നമുക്ക് അതിൻ്റെ ഗൗരവം അറിയുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസൈറ്റ് നമുക്കുണ്ടായിട്ടില്ല. സാധാരണ അപ്പം പലതും ഉപയോഗിക്കും, നമ്മൾ വലിച്ചെറിയും. വെള്ളം കുടിക്കുന്ന കുപ്പികൾ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകൾ, അല്ലെങ്കിൽ മറ്റുള്ള ഗാർബേജ്, ഇതൊക്കെ നമ്മൾ വളരെ കെയർലെസ് ആയിരുന്നു. അപ്പോഴാണ് 2004 ഇവിടെ കാർഫോർഡിൽ പോകുമ്പം അവിടെ ഒരു മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് വാട്ടറിന്റെ ഒരു ലീഫ്ലെറ്റ് കണ്ടിരുന്നു. അപ്പോൾ അതിൽ ഈ പ്ലാസ്റ്റിക്കിന്റെ ദൂഷ്യങ്ങളെ പറ്റി ഒരു വളരെ വിശദമായിട്ടുണ്ടായിരുന്നു. ഫ്രാൻസിൽ നടത്തിയൊരു സ്റ്റഡിയെ പറ്റി. പിന്നെ അവിടെ തന്നെ ഒരു റീയൂസബിൾ ബാഗും കിട്ടും. 2 ദിർഹം കൊടുത്താൽ 2 ബാഗ് കിട്ടും. അതിന്റെ സൈക്കോളജി എന്ന് വെച്ചാൽ നമ്മൾ വില കൊടുത്ത് ഉപയോഗിക്കുന്ന സാധനം നമ്മൾ ഉപയോഗിക്കും, സൂക്ഷിക്കും. നമ്മുടെ സ്വന്തം എന്നുള്ള തോന്നലുണ്ടാവും. വേറെ സാധാരണ കിട്ടുന്ന ഒരു ഗാർബേജ് ബാഗിനോട് നമുക്കതില്ല. കാര്യം നമ്മൾ ഇഷ്ടം പോലെ എടുക്കുന്നു, കടക്കാരതിന് വില ചുമത്തുന്നില്ല. ആക്ച്വലി ഒന്നുകിൽ ഇവിടുത്തെ ഷോപ്പിംഗ് മാളുകൾ ചെയ്യേണ്ടത്, പല പുരോഗമന രാജ്യങ്ങളിൽ ചെയ്യുന്നത് പ്ലാസ്റ്റിക് ടാക്സ് ഉണ്ട്. ഈ പ്ലാസ്റ്റിക് ടാക്സ് ഇടുമ്പം പ്ലാസ്റ്റിക്കിന്റെ ഓരോ കവറിന് വില ഈടാക്കുമ്പം ഈ എൻവയോൺമെന്റ് ഉണ്ടാകുന്ന ഡാമേജിന് അതിൽ നിന്നുണ്ടാകുന്ന ഫണ്ട് ഗവൺമെന്റ് യൂസ് ചെയ്യാൻ കഴിയും. ഇതിപ്പോൾ നമ്മൾ കെയർലെസ് ആണ്, നമ്മൾ ഇറസ്പോൺസിബിൾ ആണ്. വി ആർ നോട്ട് റെസ്പോൺസിബിൾ. നമ്മൾ വേസ്റ്റ് ഇതിലിടാൻ വേണ്ടിയിട്ട് മാത്രമാണ് എടുക്കുന്നത്. വേസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ശരിക്കും പറഞ്ഞാൽ ഇല്ല. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹേസ്റ്റിൽ നിന്നുണ്ടാകുന്നതാണ്, നമ്മുടെ തിടുക്കത്തിൽ നിന്നുണ്ടാകുന്നതാണ്, നമ്മുടെ അശ്രദ്ധയിൽ നിന്നുണ്ടാകുന്നതാണ്. സഞ്ചരിക്കുന്ന കാർ എവിടെയും നിർത്താൻ നജീബ് തയ്യാറാണ്. തുടർന്ന് പുനരുപയോഗ സാധ്യതയുള്ള വസ്തുക്കൾ സൂക്ഷ്മതയോടെ ശേഖരിക്കും. പലപ്പോഴും ഇതുപോലുള്ള സാധനങ്ങൾ പെറുക്കി വിൽക്കുന്നവർക്ക് സൗജന്യമായി നൽകും. അതുകൊണ്ടുതന്നെ നാം ഒരിക്കൽ പോലും മുഖത്തേക്ക് നോക്കിയിട്ടില്ലാത്ത ഇതുപോലത്തെ നിരവധി കൂട്ടുകാർ നജീബിനുണ്ട്. അതല്ലെങ്കിൽ ദുബായ് നഗരസഭയുടെ പരിസ്ഥിതി വകുപ്പിലെത്തിക്കും. തീർത്തും ലാഭേച്ഛയില്ലാതെ ചെയ്യുന്ന ഈ പണി കണ്ട് അത്ഭുതപ്പെട്ടാൽ തെറ്റു പറയാനാവില്ല. പ്രകൃതിയെയും പരിസ്ഥിതിയെയും കുറിച്ചുള്ള നിരന്തരമായ പഠനത്തോടൊപ്പമാണ് നജീബിന്റെ ഈ പണികൾ. Nothing is a waste unless it is wasted. എല്ലാ വസ്തുക്കളും ഭൂമിയിൽ അത് റീസൈക്കിൾ ചെയ്യപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ റീയൂസ് ചെയ്യപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ അത് അപ്സൈക്കിൾ ചെയ്യപ്പെടേണ്ടതാണ്. ഇതിന് പകരം നമ്മൾ ഗാർബേജ് ക്രിയേറ്റ് ചെയ്യാണ്. ഇന്നത്തെ അവസ്ഥയിൽ പോവുകയാണെങ്കിൽ ഇതുപോലത്തെ 8 ഭൂമി വേണം നമ്മുടെ ഗാർബേജുകൾ ഇടാൻ. നമുക്കാകെ ഉള്ളത് ഒരേ ഒരു ലോകം, ഒരേ ഒരു ഭൂമി. ആ ഒരു ഇത് മനസ്സിൽ വന്നു കഴിഞ്ഞപ്പം അത് എനിക്കൊരു തിരിച്ചറിവായിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കി ഞാൻ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെക്കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് മനസ്സിലാക്കി ഞാൻ അന്ന് മുതൽ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ക്ലോത്ത് ബാഗുകൾ, അല്ലെങ്കിൽ ജൂട്ട് ബാഗുകൾ, അല്ലെങ്കിൽ റീയൂസബിൾ ബാഗ്സ് കൊണ്ടുപോകും. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്, എൻ്റെ കുടുംബവും ചെയ്യുന്നതാണ്. ആ വഴിയിൽ ഒരു ആഴ്ചയിൽ എങ്ങനെ പോയാലും ഷോപ്പിങ്ങിന് ഒരു 10-15 പ്ലാസ്റ്റിക് ബാഗ്സ് നിങ്ങൾ ഒഴിവാക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട്. അത് വളരെ കർശനമായിട്ട് ചെയ്യുന്ന ഒരു പോളിസിയാണ് ഞങ്ങളുടെ.
അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു 15 ബാഗ് ഒഴിവാക്കണമെങ്കിൽ ഒരു മാസത്തിൽ 60 ബാഗ്, ഒരു വർഷത്തിൽ 60 ഇൻറ്റു 12 720 ബാഗ്, 10 വർഷം കൊണ്ട് ഏകദേശം 7200 ബാഗുകൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ദൂഷ്യമായിട്ട് ഭൂമിയിൽ വന്നിട്ടില്ല എന്ന് പറയാൻ ഞാൻ കുറച്ചൊന്ന് സ്തുതി പറയുന്നു. ആ ഒരു തിരിച്ചറിവ് തന്നെ. ഇതാ ഈ വരുന്ന ആളുടെ കയ്യിരിക്കുന്ന ബാഗ് നോക്കൂ. ഈ ബാഗാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയത്. ഇതാ ഈത്തപ്പന മരം, അപ്പുറത്തൊരു നക്ഷത്ര മത്സ്യത്തിന്റെ പടം ഉള്ളത്. ഈ ബാഗാണ് ഞാൻ ആദ്യം യൂസ് ചെയ്ത് തുടങ്ങിയത്. അതൊരു നിമിത്തം ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുവഴി കടന്നു പോകുന്നു. അപ്പം ഈ പേപ്പർ എന്ന് പറയുന്നത് തിരിച്ച് പേപ്പർ ഫാക്ടറി പോകാം. UAE പേപ്പർ റീസൈക്കിൾ ചെയ്യുന്ന ഫാക്ടറികളുണ്ട്. ഇവിടെ നിന്ന് ധാരാളം ഇന്ത്യയിലോട്ട് കയറി പോകുന്നുണ്ട്. അത് സാധാരണ ഉള്ളതിന്റെ ഒരു 10% അല്ലെങ്കിൽ 50% പോലും ഉപയോഗിക്കുന്നില്ല. പുതിയ തലമുറയിൽ ഉൾപ്പെടെ ജീവിതശൈലികൾ മാറ്റിയെടുക്കൂ എന്നത് നജീബിന്റെ സ്വപ്നമാണ്. അതിനായി ഗുഡ് ഡീഡ്സ് ഇൻഡിവിജ്വൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന ആശയത്തിന് ഇദ്ദേഹം രൂപം നൽകി. GDP എന്ന് പറഞ്ഞ എക്കണോമിക്കൽ GDP പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട്. അത് ലോകത്തിലെ എക്കണോമിക്കൽ GDP ഒരു രാജ്യത്തിന്റെ ഗ്രോത്ത് ഇൻഡെക്സ് ആണ്. അതുപോലെ തന്നെ ഞാൻ പറയുന്ന GDP എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെ നന്മയിലുണ്ടാകുന്ന GDP ആണ്. അത് എല്ലാ വ്യക്തിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. വെറും ഒരു സാധാരണക്കാരനും ചെയ്യാം, ഒരു കുട്ടിക്ക് ചെയ്യാം, വലിയൊരാൾക്ക് ചെയ്യാം. അത് GDP, ഗുഡ് ഡീഡ്സ് ഓഫ് പീപ്പിൾ, ദാറ്റ് ക്യാൻ ഡെഫിനറ്റ്ലി ഇൻക്രീസ് ദ എക്കണോമിക്കൽ GDP ഓഫ് ദ കൺട്രി ഓൾസോ. അപ്പം അതിന് വേണ്ടത് ഇൻഡിവിജ്വൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞത് സ്കൂൾ തലത്തിൽ KG ക്ലാസ് തൊട്ട് ചെയ്യുക. എൻവയോൺമെന്റിന് ഒരു 90% മാർക്ക് നിർബന്ധമായിട്ട് വാങ്ങിയിരിക്കണം. അത് ശീലത്തിലോ കൊണ്ടുവരികയാണെങ്കിൽ ഒരു വർഷം കേരളത്തിലാണെങ്കിൽ 5 ലക്ഷത്തിലേറെ കുട്ടികൾ സ്കൂളിൽ ചേരുന്നുണ്ട്. 5 തൊട്ട് 6 ലക്ഷം വരെ കുട്ടികൾ ചേരുന്നുണ്ട്. അത് നിർബന്ധമായിട്ട് എല്ലാ ക്ലാസ്സിലും നടപ്പാക്കുകയാണെങ്കിൽ ഒരൊറ്റ വർഷം കൊണ്ട് 60 ലക്ഷം കുട്ടികളിൽ എത്തിക്കാം. ഒരു 5 വർഷം കൊണ്ട് 3 കോടി ജനങ്ങളെ ശുദ്ധീകരിച്ചെടുക്കാൻ പറ്റും. മരങ്ങൾ വെട്ടിയിട്ട് നമ്മൾ പേപ്പർ ഉണ്ടാക്കിയിട്ട് ആ പേപ്പറിൽ നമ്മൾ എഴുതും സേവ് ട്രീസ്. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. കാര്യം ഖുർആനിലൊരു 30-ാമത്തെ അധ്യായം സൂറത്തുൽ റൂം, റോമൻസ് എന്ന് പറഞ്ഞ അധ്യായത്തിൽ 41-ാമത്തെ വചനമുണ്ട്. മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ പരമായി ഭൂമിയിൽ കരയിലും കടലിലും കുഴപ്പങ്ങൾ പുറപ്പെട്ടിരിക്കുന്നു. 1400 വർഷം മുമ്പ് യാതൊരു വിധമായ മലിനീകരണമില്ലാത്തൊരു കാലഘട്ടം. അന്ന് ജീവിച്ചിരുന്ന ഒരു മലിന വസ്തുക്കൾ ഇന്നില്ല. പക്ഷെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന നമ്മളുടേത് നൂറ്റാണ്ടുകളോളം അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷം ഉണ്ടാവും. ഉദാഹരണത്തിന് ഗ്ലാസ് നമ്മൾ വലിച്ചെറിയുന്നു, 1000 വർഷം അത് മണ്ണിൽ കേടാകത്ത് കിടക്കും. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകൾ അലീഷയുൾപ്പെടെ കുടുംബം നജീബിന്റെ പ്രകൃതിയുടെ വഴിയിലാണ്. സുഹൃത്തുക്കൾക്കിടയിൽ പ്രകൃതി പാഠം പങ്കുവച്ചു തുടങ്ങിയ അലീഷ UAE സർക്കാരിന്റെ വിദ്യാർത്ഥികൾക്കിടയിലെ പരിസ്ഥിതി അംബാസിഡർ കൂടിയാണ്. മലയാളികളുടെ പരിസ്ഥിതി ബോധത്തെക്കുറിച്ച് പരാതിയുള്ള നജീബ് മറ്റൊരു ജോലിയും ചെയ്യാതെയാണ് പ്രകൃതിക്കു വേണ്ടി ഇറങ്ങിത്തിരിച്ചതെന്ന് കേൾക്കുമ്പോൾ ഗൗരവം വർദ്ധിക്കും. എന്തൊക്കെയായാലും പ്രകൃതിയുടെ ഒരു പ്രായോഗിക കൂട്ടുകാരൻ ഇവിടെ ജീവിക്കുന്നുവെന്നത് ആർക്കും പ്രതീക്ഷ നൽകുന്നുണ്ട്.